ഇടുക്കി തൊടുപുഴ ബിജു ജോസഫ് കൊലക്കേസിലെ 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുട്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണൻ ചേരുന്നു. രതീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൊടുപുഴയിൽ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മുട്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പ്രതികളെ പോലീസിന് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കേസിലെ 1-ാം പ്രതിയും ദേവമാതാ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഉടമയുമായ ജോമോൻ, 3-ാം പ്രതി മുഹമ്മദ് അസ്ലം, 4-ാം പ്രതി ജോമിൻ എന്നിവരെയാണ് ഇന്ന് മുതൽ 4 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ പോലീസ് 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡിയിൽ കിട്ടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കൊലപാതകം നടന്ന ഈ സ്ഥലത്ത് നിന്ന് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഈ വാഹനം പ്രതികൾ നിലവിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ ജോമോന്റെ ബന്ധുവിന്റെയാണ് ഈ വാഹനമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. ഈ വാഹനം കണ്ടെടുക്കുന്നതടക്കമുള്ള വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഉപയോഗിച്ച് നടത്തും. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ തലക്കേറ്റ മാരകമായിട്ടുള്ള പരിക്കാണ്, ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ബിജുവിന്റെ മരണം നടന്നതെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ ശരീരത്തിൽ മറ്റ് മുറിവുകളും ഉണ്ടായിരുന്നു. ഈ പരിക്കുകൾ എത്തരത്തിൽ സംഭവിച്ചു എന്ന് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് നിലവിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഈ കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കേസിൽ ആദ്യം ഈ സംഭവം നടന്ന അന്ന് തന്നെ അറസ്റ്റിലായിട്ടുള്ള 2-ാം പ്രതി ആഷിഖിനെ നിലവിൽ എറണാകുളം ജയിലിൽ നിന്നും ഇടുക്കിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവം, ഈ കൊലപാതകം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ആഷിഖിനെ ഈ ബിജുവിന്റെ മൃതദേഹം മറവ് ചെയ്ത അല്ലെങ്കിൽ ഒളിപ്പിച്ച കേറ്ററിംഗ് സ്ഥാപനത്തിന് മുന്നിൽ നിന്നും പിടികൂടിയത്. ബിജു ആ ദിവസം ഈ ഇതുവരെ ആഷിഖിനെ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നില്ല. തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള രീതിയിലാണ് പോലീസ് നിലവിൽ നൽകുന്ന സൂചന. അതേസമയം ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം ഇന്ന് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ചുങ്കത്ത് ബിജുവിന്റെ ഇടവക പള്ളിയായിട്ടുള്ള സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതികളെ കസ്റ്റഡി കിട്ടിയ പ്രതികളെ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ മറ്റു തെളിവുകൾ ശേഖരിക്കലും ഉൾപ്പെടെയുള്ളവ നടത്തുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി രതീഷ്, തൊടുപുഴ ബിജു ജോസഫ് കൊലക്കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയായിരുന്നു.